ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം മാത്രം മതി, വളരെ കുറച്ച് മെറ്റീരിയൽസ് മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന ഫാബ്രിക് കോട്ടൻ്റെ ഫാബ്രിക്കാണ്, ബ്ലാക്ക് കളറിലെ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിക്ചറാണ്. പിന്നെ ആ പിക്ചർ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ കാർബൺ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ്, ക്രിംസൺ റെഡും ലൈറ്റ് ഗ്രീനും. പിന്നെ യൂസ് ചെയ്യുന്നത് 3D കോൺ ഔട്ട്ലൈനേഴ്സ് ആണ്, റെഡ് കളറും ലൈറ്റ് ഗ്രീനും. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷസ് ആണ്. സൈസ് 4 ബ്രഷാണ് ഞാൻ ഈ ഒരു പിക്ചർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് വരച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഏത് ഭാഗത്താണോ ഡിസൈൻ വരേണ്ടത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് കാർബൺ പേപ്പർ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഡിസൈൻ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഒന്ന് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തിട്ട് വേണം എപ്പോഴും ട്രേസ് ചെയ്ത് തുടങ്ങാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ നമുക്ക് ട്രേസായി വരില്ല. അപ്പോൾ എപ്പോഴും ഫാബ്രിക്കുമായിട്ട് ആ ഒരു ഡിസൈൻ്റെ പേപ്പർ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് മാത്രം ട്രേസ് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗവും ട്രേസ് ആയതിന് ശേഷം മാത്രം ഈ ഒരു പേപ്പറും ട്രേസിങ് പേപ്പറും മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു എംബ്രോയ്ഡറി ഫ്രെയിമിൻ്റെ അകത്ത് നമുക്കിതൊന്ന് കറക്റ്റായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പം എംബ്രോയ്ഡറി ഫ്രെയിം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലിട്ടേക്കുന്ന ഒരു ഫാബ്രിക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ കളറാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീവ്സ് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ലീവ്സ് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ കളറാണ്. ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ സൈസ് 4 ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കളർ എടുക്കുക. ഇപ്പോൾ ഒരു 5 ഡ്രോപ്പ് കളർ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 ഡ്രോപ്പ് വെള്ളം അങ്ങനെ വേണം ആഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരുപാട് വെള്ളം എടുത്ത് ആഡ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു കളർ അങ്ങ് പടർന്നു പോവേ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലീഫിന് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ടങ്ങ് ഫില്ല് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ലീവ്സിനും ഫ്ലവേഴ്സിനും കളർ ചെയ്യുമ്പം 2 കോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ബ്ലാക്ക് കളർ ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ ഏതൊരു കളർ കൊടുത്താലും അത് ആദ്യത്തെ ആ ഒരു കോട്ടിൽ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഈ ആദ്യം അടിക്കുന്ന ആ ഒരു കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാ ലീവ്സും നമുക്ക് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. അതേപോലെ ഈ ഒരു പിക്ചറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബിന്ദീസ് ക്രിയേഷൻസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാനപ്പോൾ സെൻഡ് ചെയ്ത് തരാം. അപ്പം നമുക്ക് എല്ലാ ലീവ്സും ഇതേപോലെ 2 വട്ടം കോട്ടിങ് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രിംസൺ റെഡാണ്. അത് ഇതേപോലെ തന്നെ സെയിം ആയിട്ട് 5 ഡ്രോപ്പിലേക്ക് 1 ഡ്രോപ്പ് എന്ന രീതിയിൽ കളർ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസിനും ആദ്യം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇതും ആദ്യത്തെ ആ ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി 1 വട്ടം കൂടി കളർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രം മതി ഈ ഒരു ഫ്ലവറിൻ്റെ മോട്ടീഫ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറും കൂടി ചെയ്തെടുക്കാം. എന്നാലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 2 ലെയറും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3D കോൺ ഔട്ട്ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് ഔട്ട്ലൈൻ കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്രിലിൻ്റെ 3D കോൺ ഔട്ട്ലൈനർ റെഡ് കളറാണ് എടുത്തേക്കുന്നത് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള 3D കോൺ അല്ല, കുറച്ച് ഗ്ലിറ്റർ ആയിട്ടുള്ള 3D കോൺ ഔട്ട്ലൈനേഴ്സ് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു ഷൈനിങ് എഫക്റ്റും കൂടി ആ ഒരു മോട്ടീഫിന് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെ പെറ്റലും കംപ്ലീറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ലീവ്സിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇതേപോലത്തെ കുറച്ച് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ലീവ്സിന് വേണ്ടിയിട്ടും ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പ്ലെയിനായിട്ട് ഇട്ടാലും ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാനിതൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ കൂടി ചെയ്തെടുത്തു എന്നേ ഉള്ളൂ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം 48 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് അയൺ ചെയ്തെടുക്കുക. ഒരു പേപ്പർ ഇട്ടിട്ട് വേണേൽ അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ തുണി അനുസരിച്ച് വേണം കറക്റ്റായിട്ട് ചൂടൊക്കെ നോക്കിയിട്ട് അയൺ ചെയ്ത് എടുക്കാൻ. എപ്പോഴും ഒരു പേപ്പർ ബാക്ക് സൈഡിൽ ഇട്ടിട്ട് അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ബ്ലാക്ക് കളർ പ്ലെയിൻ ഷോളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ബ്ലാക്ക് കളർ സാരിയിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്കൊരു സാരി കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ടോപ്പിലാണെങ്കിൽ ടോപ്പിൻ്റെ യോഗ് ഭാഗത്ത് ചെയ്തെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും പൈപ്പിങ്ങൊക്കെ റെഡ് കളറിലെ പൈപ്പിങ്ങൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം നന്ദി, നമസ്കാരം.